അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു? എ ഡിസോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് ഹി യൂസസ് എ വെയിറ്റ് ഓഫ് 900 gram ഫോർ ദ കിലോഗ്രാം വെയിറ്റ്. ഫൈൻഡ് ദി ഗെയിൻ പെർസെന്റേജ്. സാധാരണ ക്ലാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ആൻസർ കിട്ടുന്നത്? ചെയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് നോക്കാം. ഇനി ഇത് കിട്ടിയവരാണെങ്കിലും ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ആൻസർ കിട്ടാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. സാധാരണ ഇതിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വ്യത്യാസമുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഒരു പുതുമ ഫീൽ ചെയ്യും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്. എന്താണ് ഇവിടെ പറയുന്നത്? എ ഡിസോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡിസോണസ്റ്റ് ഡീലർ ഉണ്ടായിരുന്നു. അയാളുടെ സാധനം കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്. എന്താ കോസ്റ്റ് പ്രൈസിൽ വിൽക്കുന്നത് വെച്ചാൽ എന്താ? അയാൾ 100 രൂപ കൊടുത്താണ് സാധനം മേടിക്കുന്നതെങ്കിൽ അയാൾ അതേ സാധനം വിൽക്കുമ്പോഴേ അയാൾക്ക് എത്ര രൂപ തന്നെ മേടിക്കത്തുള്ളൂ. അയാൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് അയാളുടെ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? 100 രൂപ തന്നെയാണ്. ഏതെങ്കിലും കടക്കാർ നമുക്ക് ഇങ്ങനെ വിൽക്കാൻ തരുമോ? വാങ്ങിയ വിലയ്ക്ക് നമുക്ക് വിൽക്കുവോ? ഇല്ല. അഥവാ അങ്ങനെ വിറ്റാൽ പോലും അയാൾ അത്രയും ഹോണസ്റ്റ് ഡീലർ ആണെന്നല്ലേ നമ്മൾ പറയേണ്ടത്. പിന്നെയും നമ്മൾ അയാളെ വിളിക്കുന്നു ഡിസ്ഹോണസ്റ്റ് ഡീലർ എന്ന്. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അയാൾ ഇങ്ങനെ വിൽക്കുമ്പോൾ സെയിം എമൗണ്ട് അല്ല വിൽക്കുന്നത്. അതായത് ഇവിടെ 1 കിലോ സാധനമാണ് അയാൾ വാങ്ങുന്നതെങ്കിൽ വിൽക്കുമ്പോൾ എത്ര ഗ്രാം സാധനം അയാൾ വിൽക്കുള്ളൂ? 900 ഗ്രാമേ അയാൾ വിൽക്കുള്ളൂ. അങ്ങനെ അയാൾ വെയിറ്റിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു തിരിമറി നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അയാളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ഹോണസ്റ്റ് ഡീലർ എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഈ വെയിറ്റിനകത്താണ് അയാൾ തിരിമറി നടത്തുന്നത് എങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അയാൾക്ക് അതിൽ നിന്നും എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് ഉണ്ടാവും? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ? ഇവിടെ നമ്മുടെ കോസ്റ്റ് പ്രൈസിന്മേൽ അയാൾക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നുമില്ല. അതായത് കോസ്റ്റ് പ്രൈസിന്മേൽ അയാൾക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല. അയാൾക്ക് എന്തിൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ? അയാളുടെ വെയിറ്റിൽ തിരിമറി നടത്തുന്നതിൽ മാത്രമേ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നാണ് ചോദ്യം. ഇത് കഴിഞ്ഞ അടുത്ത സ്ലൈഡിൽ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ കാണും. അതായത് അയാൾക്ക് കോസ്റ്റ് പ്രൈസിന്മേലും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോഫിറ്റ് വാങ്ങുന്നുണ്ട്. 100 രൂപയ്ക്ക് മേടിച്ച സാധനം 120 രൂപയാണ് വിൽക്കുന്നത്. എന്നിട്ട് അയാൾ വെയിറ്റും തിരിച്ചുന്നുണ്ട്. ഒരു കിലോയുടെ സാധനം 850-900 ഗ്രാമിലാണ് വിൽക്കുന്നത്. എങ്കിൽ ഇവിടെയും ലാഭമാണ്, ഇവിടെ അയാൾക്ക് ലാഭമാണ്. എങ്കിൽ രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? അതാണ് നമുക്ക് എക്സാമിനൊക്കെ സാറിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. എങ്കിൽ അത് പഠിക്കാൻ വേണ്ടി ഒരു ബേസ് ക്വസ്റ്റ്യൻ എന്ന നിലയ്ക്കാണ് ഇത് ഞാൻ വീണ്ടും തന്നത്. ഇത് നമുക്ക് അറിയാമെങ്കിൽ ചെയ്ത് നോക്കി എത്ര കിട്ടുമെന്ന്. അതായത് അയാളുടെ കോസ്റ്റ് പ്രൈസിന്മേൽ അയാൾക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നുമില്ല. പക്ഷെ അയാളുടെ വെയിറ്റിൽ അയാൾ 1 കിലോ കൊടുക്കേണ്ട സ്ഥലത്ത് അയാൾ എത്ര കൊടുക്കുന്നുള്ളൂ? 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. എങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ നോക്കുന്നു. കോസ്റ്റ് പ്രൈസ് ഓഫ് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം നൽകാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇത് ഏറ്റവും ബേസ് ആണ് പറയുന്നത്. ഇതിന്റെ എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ബേസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. 1 ഗ്രാമിന്റെ കോസ്റ്റ് പ്രൈസ്, 1 ഗ്രാം ഗുഡ്സ് ഉണ്ടായിരുന്നു. 1 ഗ്രാം ഗുഡ്സ് ഉണ്ടായിരുന്നു, എന്തോ ആയിക്കോട്ടെ. 1 ഗ്രാം ഗുഡ്സ് ഉണ്ടായിരുന്നു. അതിന്റെ വില 1 രൂപയാന്നിരിക്കട്ടെ. 1 ഗ്രാമിന് 1 രൂപയാണ് വില. അങ്ങനെ അയാൾ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ, നമ്മൾ എപ്പോഴും ഒരൊറ്റ ട്രാൻസാക്ഷൻ നോക്കിയാൽ മതി. ഒരു ട്രാൻസാക്ഷൻ നടത്താൻ അയാൾക്ക് എത്ര സാധനത്തിന്റെ ആവശ്യമുണ്ട്? ഇവിടെ 1 കിലോ വേണോ? വേണ്ട. അയാൾക്ക് 950 ഗ്രാം കിട്ടിയാൽ പോലും 900 ഗ്രാം കിട്ടിയാൽ പോലും അയാൾക്ക് അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അയാൾക്ക് 900 ഗ്രാം കിട്ടിയാൽ മതി. 900 ഗ്രാം കിട്ടിയാൽ പോലും അയാൾ എന്ത് ചെയ്യും? ഒരു ട്രാൻസാക്ഷൻ നടത്തും. അതുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി അയാൾക്ക് എത്ര സാധനം മേടിക്കേണ്ടി വരും? നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി അയാൾക്ക് എത്ര ഗ്രാം സാധനം മേടിക്കണം? 900 ഗ്രാം സാധനം മേടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അയാൾ ഒരൊറ്റ ട്രാൻസാക്ഷൻ നടത്തുന്നുള്ളൂ. അയാൾ 900 ഗ്രാമിന്റെ വില കൊടുത്തു. കാരണം അയാൾക്ക് 1 ഗ്രാമിന് എത്ര ചെലവാകും? 1 രൂപ ചെലവാകും. 1 ഗ്രാം മേടിക്കാൻ 1 രൂപ ചെലവാകും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 1 രൂപ ഇട്ടാണ്. 1 ഗ്രാം മേടിക്കാൻ 1 രൂപ ചെലവാകും. എങ്കിൽ 900 ഗ്രാം മേടിക്കാൻ എത്ര രൂപ ചെലവാകും? 900 രൂപ ചെലവാകും. ആ ഒരു കാര്യം മനസ്സിലായോ? അതായത് ഇതിന്റെ വില എത്രയാണ്? 1 ഗ്രാമിന് 1 രൂപയാണ് വില. എങ്കിൽ 900 ഗ്രാമിന് 900 രൂപ വിലയായി. ആർക്കായി? ഈ ഒരു ഡീലറിന് കോസ്റ്റായി. അയാളുടെ കോസ്റ്റ് പ്രൈസ് ആണ് വിളിക്കുന്നത്. ഇനി ഇയാൾ അത് വിൽക്കുന്നു, മറിച്ച് വിൽക്കുന്നു. അയാളെ സെല്ല് ചെയ്യുന്നു. എത്ര സെല്ല് ചെയ്യുന്നു? ഈ 900 ഗ്രാമും അയാൾ സെല്ല് ചെയ്യുന്നു. അങ്ങനെ 900 ഗ്രാം സെല്ല് ചെയ്താൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്നല്ലേ. അയാൾ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് അയാൾ വിൽക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതും തെറ്റിപ്പോകുന്നതും മനസ്സിലാകാത്തതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. എങ്കിൽ എന്തായിരിക്കും അയാളുടെ സെല്ലിംഗ് പ്രൈസ്? നിങ്ങളൊന്ന് പറഞ്ഞ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? അയാൾ 900 രൂപയാണ് ഈ 900 ഗ്രാമിന് വേണ്ടി മുടക്കിയത്. എങ്കിൽ അയാൾ വിറ്റാൽ നമുക്ക് എത്ര കിട്ടും? കോസ്റ്റ് പ്രൈസ് 900 രൂപയാണ്. അതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ആണ്. അതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് ഓഫ് 900 ഗ്രാം എത്ര തന്നെ ആയിരിക്കും? 900 ഗ്രാം ആയിരിക്കും എന്ന് വിചാരിച്ചാൽ തെറ്റാണ്. എന്താ കാര്യം? കാരണം എന്താന്ന് വെച്ചാൽ ഇയാൾ 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. എങ്കിലും അത് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് എത്ര കിലോയാണ്? 1 കിലോ സാധനമാണ്. അതായത് വാങ്ങുന്ന ആളെ സംബന്ധിച്ച് എത്രയാണെന്ന് അയാൾ വിചാരിക്കുന്നത്? ഇത് 1 കിലോഗ്രാം ഉണ്ടെന്നും പറഞ്ഞ ആൾ വാങ്ങിക്കുന്നത്.
സ്വാഭാവികമായിട്ട് ഇതിന് എത്ര രൂപ അയാൾ കൊടുക്കണം? 1 കിലോയുടെ വില കൊടുക്കണം. അതായത് 1000 ഗ്രാമിന്റെ വില കൊടുക്കണം. 1000 ഗ്രാമിന് എത്ര കൊടുക്കണം? 1 ഗ്രാമിന് 1 രൂപ വെച്ച് 1000 ഗ്രാമിന് 1000 രൂപ അയാൾ കൊടുക്കണം. ഈ ഒരൊറ്റ സെന്റൻസ് മനസ്സിലായോ? എന്താണ്? എത്രയാണോ സെല്ലിംഗ് പ്രൈസ് അത് തന്നെയാണ് കോസ്റ്റ് പ്രൈസ്. പക്ഷെ ഇയാൾ വിൽക്കുന്നത്, അതായത് ഇയാൾ ഒരു പാക്കറ്റിലാക്കിയാണ് വിൽക്കുന്നത്. ഇയാൾ വിൽക്കുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ വിൽക്കുന്നത്? 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞാണ് വിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് വാങ്ങുന്ന ഇയാൾ എന്ത് ചെയ്യണം? 1 കിലോയുടെ വില കൊടുക്കണം. 1 കിലോയുടെ വില എത്രയാ? 1 ഗ്രാമിന് 1 രൂപ വെച്ച് 1 കിലോയ്ക്ക് എത്രയാ? 1000 രൂപ. ആ 1000 രൂപ ഇയാൾക്ക് കൊടുത്തേ മതിയാകും. പക്ഷെ ഇയാൾ എത്ര കൊടുക്കത്തുള്ളൂ? 900 ഗ്രാമേ കൊടുക്കുള്ളൂ. അതിൽ നിന്നാണ് അയാൾ ലാഭം ഉണ്ടാക്കുന്നത്. എങ്കിൽ ഇതിൽ നിന്ന് അയാൾക്ക് എത്ര രൂപ അല്ലെങ്കിൽ എത്ര % അയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്? ഈ ഒരു ട്രാൻസാക്ഷൻ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നുണ്ട്? ഒരു ട്രാൻസാക്ഷനിൽ അയാൾക്ക് 900 രൂപ ചെലവായി, അയാൾക്ക് 1000 രൂപ കിട്ടി. അയാളുടെ പ്രോഫിറ്റ് എത്രയാ? SP - CP 100 രൂപ അയാൾക്ക് ലാഭം കിട്ടി. അതൊക്കെ നമുക്കറിയാം. അയാളുടെ പ്രോഫിറ്റ് എത്രയാ? 100 രൂപ. എങ്കിൽ അയാളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്നാ ചോദ്യം. പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയായിരിക്കും? പ്രോഫിറ്റ് ബൈ CP. പ്രോഫിറ്റ് ബൈ CP ഇവിടെ എത്രയാ? 1000 അല്ല, കോസ്റ്റ് പ്രൈസ് ആണ് നോക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് എത്രയാ? 900. അതും ഒരാളുടെ ഒരു ഗുഡ്സിന്റെ 1 രൂപ നല്ല എഴുതണ്ടേ. നമ്മൾ 900 ഗുഡ്സ് ആണ് വിറ്റത് എങ്കിൽ 900 ഗുഡ്സ് വാങ്ങി എത്രയാന്ന് നോക്കാം. 900 ഗുഡ്സ് വിറ്റപ്പോൾ 1000 ആണെങ്കിൽ 900 ഗുഡ്സ് വാങ്ങാൻ വേണ്ടി എത്ര ചെലവാക്കി? 900 റുപ്പീസ് ചെലവാക്കി. എങ്കിൽ എത്ര പെർസെന്റേജ് കിട്ടും? 100/9. 1/11% പ്രോഫിറ്റ്. 11.1% പ്രോഫിറ്റ്. ഇത്രയും പെർസെന്റ് ആയിരിക്കും എന്ത് കിട്ടുന്നത് അയാൾക്ക്? അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നത്. എങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ. 1/11% ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. അതൊക്കെ മനസ്സിലായി. ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നാൽ നമ്മൾ എങ്ങനെ ഇതുപോലെ ചെയ്യണം? ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് CP അറിയില്ല, SP അറിയില്ല, മാർക്കറ്റ് പ്രൈസ് അറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വാല്യൂവിലാണ് തരുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ ആയിട്ടുള്ള 1 ഒക്കെ അസ്യൂം ചെയ്യും. അതായത് ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണല്ലോ ആവശ്യം. അപ്പൊ നമ്മൾ വിചാരിച്ചു കോസ്റ്റ് പ്രൈസ് 1 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് അതനുസരിച്ച് കിട്ടും. നമുക്കറിയാം സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും സെയിം ആണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ഇവിടെ നമുക്ക് 1 എന്ന് ഇട്ടത് കൊണ്ടാണ് ബാക്കിയെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ തുടക്കമാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട്. ഇതിനകത്ത് എവിടെ CP എടുക്കും, എവിടെ SP എടുക്കും. അതുപോലെ വാല്യൂ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കുക? 1 അസ്യൂം ചെയ്യുക. ഇനി എപ്പോഴെങ്കിലും പെർസെന്റേജ് ആണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നമ്മൾ 100% അസ്യൂം ചെയ്യുക. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 20% നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ട് കോസ്റ്റ് പ്രൈസ് എത്ര എടുക്കുക? 100 എടുക്കുക. അപ്പൊ 20% നഷ്ടപ്പെട്ട എത്ര കിട്ടും? സെല്ലിംഗ് പ്രൈസ് 80 റുപ്പീസ് കിട്ടും. അപ്പൊ നമുക്ക് 2 ആയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. നോക്കാം. അതായത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയുള്ള ക്വസ്റ്റ്യനകത്ത് എറർ എന്താണെന്ന് നോക്കാം. ഇവിടെ എറർ എന്താ? അതായത് അയാൾ 1 കിലോയ്ക്ക് വിൽക്കേണ്ട സാധനം അയാൾ എന്ത് ചെയ്തു? 900 ഗ്രാമിനാണ് വിറ്റത് അല്ലേ? ഇവിടുത്തെ എറർ എത്രയാ? 1 കിലോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1000 ഗ്രാം എഴുതാം. നമുക്ക് കുറച്ചൊന്നേരം ഐഡിയ കിട്ടും. 1000 ഗ്രാം ആയിരുന്നു ആക്ച്വൽ വാല്യൂ. ഇതാണെന്ത്? എറർ വാല്യൂ. അയാൾക്ക് എറർ സംഭവിച്ച വാല്യൂ ആണ് 900. 1 കിലോയ്ക്കായിരുന്നു കൊടുക്കേണ്ടത്, പക്ഷെ അയാൾ കൊടുത്ത എറർ സംഭവിച്ച് കൊടുത്തത് എത്രയാ? 900 ഗ്രാമിനാ കൊടുത്തത്. ഇവിടുത്തെ എറർ എത്രയാ? 100 ഗ്രാമല്ലേ എറർ. ഇവിടുത്തെ എറർ വാല്യൂ ആരാ? ഒരു 900 ഗ്രാം അല്ലേ? ഈ 2 വാല്യൂ ഓർത്ത് വെച്ചേക്കാം. ഇതുപോലത്തെ ഏത് ക്വസ്റ്റൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേനയുടെയും പേപ്പറിന്റെയും ഒന്നും ആവശ്യമില്ല, നമുക്ക് മൈൻഡിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ, അതായത് 1 കിലോയ്ക്ക് വിൽക്കേണ്ട സാധനം 950 കൊടുത്തു, 900 കൊടുത്തു, 800 കൊടുത്തു, 10% ലോസിൽ കൊടുത്തു, 10% വെയിറ്റ് കുറച്ച് കൊടുത്തു. അങ്ങനെ പെർസെന്റേജിലായാലും ഇങ്ങനെ ഗ്രാമിൽ തന്നാലും എങ്ങനെയായാലും ഒരു എറർ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെയൊക്കെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതങ്ങ് ഓർത്ത് വെച്ചേക്കുക. എറർ ബൈ എറർ വാല്യൂ ഇൻറ്റു 100. ഈ ഒരൊറ്റ കാര്യം മനസ്സിൽ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. ഇത് അപ്ലൈ ചെയ്താൽ മതി. എവിടെയെങ്കിലും ഇങ്ങനെ എറർ എന്നുവെച്ചാൽ വെയിറ്റിനകത്ത് എറർ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന്റെ എളുപ്പ വഴിയാണ് എറർ ബൈ എറർ വാല്യൂ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. ഇവിടുത്തെ എറർ എത്രയായിരുന്നു? 100 ഗ്രാം ആയിരുന്നു. എറർ വാല്യൂ എത്രയായിരുന്നു? 900 ആയിരുന്നു. നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. നോക്കാം. പ്രോഫിറ്റ് പെർസെന്റേജ് ഇസിക്കൽ ടു എറർ ബൈ എറർ വാല്യൂ ഇൻറ്റു 100. ഇതല്ലേ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. 100/9 എത്ര കിട്ടും? 1/11%. ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടി. ഇത് നമുക്കൊരു പേപ്പറിന്റെ പേനയുടെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ എറർ ബൈ എറർ വാല്യൂ മനസ്സിൽ വിചാരിച്ചാലും മതി. അങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഈ എറർ ബൈ എറർ വാല്യൂ ഓർമ്മയില്ലെങ്കിൽ വേറെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് എളുപ്പ വഴി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ എറർ ബൈ എറർ വാല്യാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. ഇനി അതങ്ങനെ അല്ലെങ്കിൽ വേറെ എളുപ്പവഴികളുണ്ട്, അത് നോക്കാം. അതായത്
നമ്മളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുന്നു, എ ഡിസോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. നമ്മളൊരു സെന്റൻസിന്റെ ഈ ഒരു പറയുന്ന ക്വസ്റ്റ്യന്റെ സെന്റൻസിന്റെ ലാസ്റ്റ് പറയുന്നത് എന്താന്ന് നോക്കുക. ലാസ്റ്റ് ആ സെന്റൻസിന്റെ അവസാനം കോസ്റ്റ് പ്രൈസിലല്ലേ പറയുന്നത്, അവസാനം. ചില ക്വസ്റ്റ്യൻ പറയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും ലാസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ഒറ്റ കാര്യം ഓർത്താൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ച് ബേജാറാവണ്ട. ഒരു സെന്റൻസ് പറഞ്ഞാൽ ക്വസ്റ്റ്യന്റെ സെന്റൻസ് പറയുമ്പോൾ അതിനകത്ത് അവസാനം പറയുന്ന ടേം എന്താണെന്ന് നോക്കുക. ചില ക്വസ്റ്റ്യൻ കോസ്റ്റ് പ്രൈസ് ലാസ്റ്റ് പറയും, ചില ക്വസ്റ്റ്യൻ സെല്ലിംഗ് പ്രൈസ് ലാസ്റ്റ് പറയും. എങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ് ലാസ്റ്റ് പറയുന്നത് എങ്കിൽ അതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ ഡിഫറൻസ് ബൈ സ്മാളർ വാല്യൂ ഇൻറ്റു 100. ഓർത്തിരിക്കുക ഈ ഒരു ഇക്വേഷൻ. ക്വസ്റ്റ്യന്റെ സെന്റൻസിന്റെ ലാസ്റ്റ് പറയുന്നത് ആ ഒരു ഒറ്റ സെന്റൻസ്, ക്വസ്റ്റ്യൻ പറയുന്ന സെന്റൻസ്, ബാക്കിയുള്ളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ക്വസ്റ്റ്യൻ മെയിൻ സെന്റൻസിന്റെ ലാസ്റ്റ് പറയുന്നത് കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പേഴ്സ്, കുറെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് ബൈ സ്മാളർ വാല്യൂ 100. ഇനി ഇത് ഞാൻ ഈ ക്വസ്റ്റിനകത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 2 നമ്പർ തന്നിട്ടുണ്ട്. എന്തായിരുന്നു? ഒന്ന് 900 ഗ്രാമും ഒന്ന് കിലോഗ്രാമും. കിലോഗ്രാം വെച്ചാൽ എത്രയാ? 1000 ഗ്രാം. 2 നമ്പർ തന്നിട്ടില്ലേ? ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നു. ഡിഫറൻസ് എത്രയാ? 100. അയ്യോ, ഡിഫറൻസ് 100 നോക്കിയേ. ഡിഫറൻസ് 100 ബൈ സ്മാളർ വാല്യൂ, തന്നിരിക്കുന്ന നമ്പറിലെ സ്മാളർ വാല്യൂ 900 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്തിനു കിട്ടും? 100/9% കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഓർത്ത് വെച്ചേക്കുക. ഇത് ഈ ക്വസ്റ്റ്യൻ അല്ല, വേറെ ഏത് ക്വസ്റ്റ്യൻ ആയാലും, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഏത് ക്വസ്റ്റ്യൻ ആയാലും ഇതുപോലെ എറർ വരുന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിലെ സെന്റൻസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെന്റൻസിലെ ലാസ്റ്റ് കോസ്റ്റ് പ്രൈസ് ആണ് പറയുന്നതെങ്കിൽ അതിൽ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ഡിഫറൻസ് ബൈ സ്മാളർ വാല്യൂ 100 ചെയ്താൽ മതി. ഇനി ഇതേപോലെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അവിടെ രണ്ടാമത്തെ ഈ കോസ്റ്റ് പ്രൈസിന് സ്ഥലത്ത് ചിലപ്പോൾ എന്തായിരിക്കും, ആ ഒരു ക്വസ്റ്റ്യൻ സെന്റൻസിന്റെ ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും തരുന്നത്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പ്രൈസിന്റെ ക്വസ്റ്റ്യന്റെ ആ ഒരു ലാസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് പറയുന്നതായിരിക്കും സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കാൻ സ്മാളർ വാല്യൂ ബൈ ഡിഫറൻസ് ഇൻറ്റു 100 ആയിരിക്കും. ഈ സെയിം ഇക്വേഷൻ നേരം തിരിച്ചിട്ടാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ സെല്ലിംഗ് പ്രൈസിലായാലും എന്തായിരിക്കും പ്രോഫിറ്റ്? സ്മാളർ വാല്യൂ ബൈ ഡിഫറൻസ് ഇൻറ്റു 100 ആയിരിക്കും. ഇനി അതേ സെല്ലിംഗ് പ്രൈസിൽ ലോസ് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നോട്ട് വെച്ചേക്കുക. ഈ ഇതെല്ലാം ഇക്വേഷൻസ് ആണ്, നോട്ട് വെച്ചേക്കുക. ലോസ് പെർസെന്റേജ് ആണെങ്കിൽ സ്മാളർ വാല്യൂ ബൈ സം ഇൻറ്റു 100. എന്താണ് ഈ സമ്മും സ്മാളർ വാല്യൂ? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കുറെ നമ്പേഴ്സ് ഉണ്ടാവും, അവരുടെ സമ്മും അവരുടെ ഡിഫറൻസും ഒക്കെയാണ് പറയുന്നത്, അതിലെ സ്മാളർ വാല്യൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഇക്വേഷൻസ് ഒക്കെ പറക്കിയിട്ട സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ കിട്ടും. അപ്പൊ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ അറിയാത്തവരാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പറുകളുടെ വ്യത്യാസം വെച്ചിട്ട് നമ്മൾ CPSP ഒക്കെ പറയാൻ പോയി സമയം കളഞ്ഞ് അവസാനം ആൻസറും കിട്ടാതെ വരുന്നത്. അപ്പൊ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ എളുപ്പവഴികളുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊക്കെ കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യാൻ പഠിക്കുക. അതിന് കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത 1-2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത് നോക്കാം. 1-2 ക്വസ്റ്റ്യൻ കൂടെ ഇതേപോലെ നോക്കാം. ഇതിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPയിലും പ്രോഫിറ്റ് ഉണ്ട്, അതിന്റെ വാല്യൂ വെയിറ്റിലും ഒരു എറർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. എ ഡിസോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഇവിടെ ആൾറെഡി എന്ത് കിട്ടുന്നുണ്ട്? CPന്മേൽ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എത്ര പെർസെന്റേജ്? 20%. അത് കൂടാതെ ആൻഡ് ഹി യൂസസ് എ വെയിറ്റ് ഓഫ് 950 gram ഫോർ ദി കിലോഗ്രാം വെയിറ്റ്. അത് കൂടാതെ അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ വെയിറ്റിലും അയാൾ തിരിമറി നടത്തുന്നുണ്ട്. എത്രയായിരുന്നു? ഒരു 950 gram ഉപയോഗിക്കുന്നു. പ്രോഫിറ്റ് അല്ല, വെയിറ്റിനകത്ത് വെയിറ്റിലൊരു എറർ സംഭവിക്കുന്നു. 950 gram ഇൻ പ്ലേസ് ഓഫ് കിലോഗ്രാം വെയിറ്റ് 1000 gram. ഇത് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരാം. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മുമ്പ് കിട്ടിയവരായാലും ഇല്ലാത്തവരായാലും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഈ സെയിം ഒരു ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എ ഡിസോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് ആ പ്രോഫിറ്റ് ഓഫ് എ ഗുഡ്സ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 30%. ആൾറെഡി അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ അയാൾ അതിന്റെ വെയിറ്റിൽ ഒരു എറർ നടത്തുന്നുണ്ട്. എത്രയായിരുന്നു? 1000 ഗ്രാമിന്റെ സാധനത്തിന് വരെ എത്ര വിൽക്കത്തുള്ളൂ? 950 ഗ്രാമേ വിൽക്കുള്ളൂ. ആ രീതിയിൽ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടിന്റെയും കൂടി എഫക്റ്റീവ് ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്ന് നോക്കണം. എത്ര കിട്ടും നോക്കി. ഇത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. എത്ര കിട്ടും ഇതിന്റെ ആൻസർ നോക്കും.